മുക്തഭാരത് എന്നുള്ള മുദ്രാവാക്യം മാത്രമല്ലായിരുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ED, CBI, ഇൻകം ടാക്സ് എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് പറ്റാവുന്നവരെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസിലേക്ക് കൊണ്ടുവരാം. 4000 കിലോമീറ്റർ ഒരാൾ മഴയും വെയിലും, അതും ഈ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇന്ത്യയിൽ BJP ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങളോടൊപ്പം നിൽക്കണം, പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം, അവസാനം വരെ കോൺഗ്രസ്സുകാരനായി തുടരണം, കോൺഗ്രസ് പതാക പുതപ്പിച്ച് മരിക്കപ്പെടണം. രാഹുൽ ഗാന്ധിയെ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ച റിപ്പോർട്ടറിൻ്റെ ചർച്ച, നിങ്ങളെ എഡിറ്റോറിയൽ ഡെസ്കിൻ്റെ ചർച്ച ഞാൻ കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ വിഷമം തോന്നിയ ഒരാളാണ്. സത്യത്തിൽ വസ്തുനിഷ്ഠമായിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ എന്ന് ഞാൻ പറയാതിരിക്കും. നമസ്കാരം. രാജ്യത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ശക്തമായ ഒരു പ്രകടനത്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാക്ഷിയായത്. പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമായി ഇരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയും സംഘവും. അതിനൊക്കെ ചുക്കാൻ പിടിച്ച മലയാളിയായ ഒരാളുണ്ട്. ആലപ്പുഴയുടെ MP, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. റിപ്പോർട്ടറുടെ വാർഷിക ദിനത്തിൽ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നു ശ്രീ KC വേണുഗോപാൽ. സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ? കാരണം അതുപോലെയുള്ള ഒരു തിരിച്ചുവരവായിരുന്നു. വിമർശകരുടെയൊക്കെ വായടപ്പിക്കുന്ന തരത്തിലുള്ള ഗംഭീര വിജയം. അപ്പോൾ അതിനാദ്യം അഭിനന്ദനങ്ങൾ. സുജയ പറഞ്ഞത് ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു അറ്റ്മോസ്ഫിയറും ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറും തമ്മിലാണ് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ ഒരു വർഷക്കാലം, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു വർഷക്കാലം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തരണം ചെയ്യേണ്ടി വന്നിട്ടുള്ള വൈതരണികൾ, സത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുപോലുള്ളൊരു പ്രതിസന്ധി കാലം കടന്നുപോയിട്ടുണ്ടാവില്ല. അത്രയേറെ എല്ലാവരുടെ മനസ്സിൽ, ഞങ്ങളുടെ നേതാക്കന്മാരിൽ പലരുടെ മനസ്സിനകത്തോലും ഇനി കോൺഗ്രസ് തിരിച്ചു വരുമോ, ഇന്ത്യയിൽ കോൺഗ്രസ്സിന് മുന്നിൽ നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. അവിടെയാണ് ആത്മവിശ്വാസത്തോടെ എല്ലാ ഒഴുക്കിനെയും എതിരെ നീന്തിക്കൊണ്ട് ഞങ്ങൾ ഈ മുന്നോട്ട് പോയത്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആകെ കയ്യിലുണ്ടായിരുന്ന പണം പോലും അത് ശരിക്കും അക്കൗണ്ട് ഫ്രീസ് ആയ ഒരു പാർട്ടി ഇത്രയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് BJP പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു പരിധി വിട്ടിട്ട് എല്ലാത്തിനും മുന്നോട്ട് പോയാൽ ഒരു പ്രകൃതിയുടെ തിരിച്ചടി നമുക്കുണ്ടാവും. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയമായിട്ടാണ് BJP മുന്നോട്ട്. കോൺഗ്രസ് മുക്ത ഭാരതം, അത് ആ മുക്തഭാരത് എന്നുള്ള മുദ്രാവാക്യം മാത്രമല്ലായിരുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ED, CBI, അതുപോലെ തന്നെ ഇൻകം ടാക്സ് എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് പറ്റാവുന്നവരെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസിലേക്ക് കൊണ്ടുവരാം. നിതീഷ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോയത് അങ്ങനെ ഒരു ഭീഷണിയുടെ പുറത്തായിരിക്കുമോ? അതിനെക്കുറിച്ചിട്ട് ഇപ്പം ഞാൻ പ്രതികരിക്കാൻ ആളല്ല, പക്ഷേ വളരെ അപ്രതീക്ഷിതമായിരുന്നു ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചു. അദ്ദേഹമാണ് ഈ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന ആൾ. അദ്ദേഹം അതിന് പറഞ്ഞ കാര്യം മോഡി ഒരിക്കലും ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മോഡി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടണമെന്നുകൊണ്ട് അദ്ദേഹം മുൻകൈ എടുത്തുണ്ടാക്കാൻ താല്പര്യമെടുത്ത ഒരു മുന്നണിയിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയി ഇപ്പം മോഡിയുടെ ഏറ്റവും വലിയ ആരാധനായിട്ട് മാറുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ശ്രീരാമനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ശ്രീരാമനും ദൈവമാണെന്ന് കരുതുന്നതാണല്ലോ അങ്ങയുടെയും വിശ്വാസം. എൻ്റെ വിശ്വാസവും അത് തന്നെയാണ്. അപ്പോൾ ഈ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ആ ദിവസം അവിടെ പോകേണ്ടതായിരുന്നോ കോൺഗ്രസ്? ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞ ഇതുകൊണ്ടാണ് ആ ദിവസത്തെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് ആ ദിവസം ഉണ്ടാക്കിയത് BJP. നരേന്ദ്രമോദി ആ ശ്രീകോവിലിനുള്ളിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങ് പോകുമായിരുന്നു. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു നെറേഷൻ, ഈ അയോധ്യയിലെ രാമലല്ല ഉദ്ഘാടനമൊക്കെ ആയി ബന്ധപ്പെട്ടുണ്ടായ നെറേഷൻ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പോളറൈസേഷൻ ഈവൻ്റ് ആക്കി ഇത് മാറ്റി. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ തവണ അയ്യപ്പനാണെങ്കിൽ ഇത്തവണ രാമൻ, രണ്ടുപേരും ജനവിധിയെ സ്വാധീനിച്ചു എന്നുള്ളതൊരു ഘടകമല്ലേ? കേരളത്തിലെ UDFന് ഏറെ ഗുണകരമായതും കഴിഞ്ഞ തവണ ശബരിമല വിഷയവും, ഒപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വയനാട്ടിലേക്ക് വരുന്നു. അതിന് പിന്നിലും KC ആണ് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് എന്ന് അന്നേ കേട്ടിരുന്നു. ഇന്നിപ്പോൾ രണ്ടിടത്തും, വയനാട്ടിലും ഒപ്പം തന്നെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. രണ്ടിടത്തും നല്ല ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ വിജയം. അല്ല, ഒരു കാര്യം ഞാൻ സുചിയോട് പറയാം, രാഹുൽ ഗാന്ധിയുടെ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ മാത്രമാണ്, അതിൻ്റെ പിന്നിൽ ആരുമില്ല. വാർ റൂമിൽ അങ്ങനെയായിരുന്നു അങ്ങേ പറഞ്ഞുകൊണ്ടിരുന്നത്. വാർ റൂമിൽ ഇരിക്കുന്ന KCയുടെ യുദ്ധതന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് പാർട്ടിക്കുള്ളിലുള്ള വിമർശകരും ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരിഹാസങ്ങൾക്ക് മുകളിലേക്ക് അങ്ങിപ്പോൾ കയറി നിൽക്കുകയാണ്. അതിനൊരു വഴി വെട്ടിയത് ഈ ഭാരത് ജോഡോ യാത്രയല്ലേ? അല്ല, ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനൊരു സാക്രിഫൈസ് എലിമെൻ്റ് ഉണ്ട്.
4000 കിലോമീറ്റർ ഒരാൾ മഴയും വെയിലും, അതും ഈ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾ ആരും പ്രതീക്ഷിച്ചില്ല ഇന്ത്യയിൽ. രാഹുൽ ഗാന്ധി, ഇതൊക്കെ തമാശയായിരിക്കും. കശ്മീർ, കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങുന്നു, കാശ്മീരിൽ അവസാനിക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും പരിഹസിച്ചത് ഇത് കേരളത്തിലെ 15 ദിവസം കഴിഞ്ഞാൽ ഇത് നിർത്തിപ്പോവും, ആരും ഉണ്ടാവില്ല, യാത്ര കാണാനും ആരും ഉണ്ടാവില്ല, UP-യിലൊന്നും കയറാൻ പറ്റില്ല, കാശ്മീരിലോട്ട് പോകാൻ പറ്റില്ല. ഇതായിരുന്നു പ്രതി. ഞങ്ങൾ കുറച്ച് പേര് നിശ്ചയദാർഢ്യത്തോടെ എന്ത് വില കൊടുക്കും യാത്ര. അതിന് അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന് കീ. എനിക്ക് യാത്ര നടത്തണം, കം വാട്ട്മേ, ഞാൻ ഇന്ത്യ മുഴുവൻ നടന്ന് സഞ്ചരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരാശങ്കയുണ്ടായി. ആദ്യത്തെ 2-3 ദിവസം അദ്ദേഹത്തിന് കലശലായ മുട്ടുവേദന വന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി എന്നോട് വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, വേണു പിന്നെ എനിക്ക് നടക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കണം തൽക്കാലത്തേക്ക്, എൻ്റെ അസുഖം ശരിയാവുന്നില്ലെങ്കിൽ അത്. ഞങ്ങളുടെ സത്യത്തിൽ അന്ന് ഉറങ്ങാൻ പറ്റാത്ത ദിവസമായിരുന്നു. രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന ഒരു യാത്രയും അതിന് മറ്റാരെ നയിച്ചാലും മുട്ടുവേദന വന്നത് കേരളത്തിലേക്ക് കടന്നപ്പോഴാണോ? കേരളത്തിലേക്ക്, കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കയറിയ ഉടനെ ആ 2 ദിവസങ്ങളിലാണ് അത് സംഭവിച്ചത്. അന്ന് നമ്മൾ ഈശ്വരനോടും സർവ്വദൈവങ്ങളോടും പ്രാർത്ഥിച്ചു വരാതിരിക്കട്ടെ. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ ഈ യാത്ര, കാശ്മീരിലെ ആ മഞ്ഞ് വീഴുന്ന രംഗം രാഷ്ട്രീയത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമായിരുന്നു. അതായത് താടി നീട്ടി വളർത്തിയ രാഹുൽ ഗാന്ധിയുടെ താടിയിൽ പോലും മഞ്ഞിങ്ങനെ പറ്റി നിൽക്കുന്ന ആ ചിത്രം. അന്ന് ഒപ്പമുള്ള കെ.സിയുടെ ചിത്രവും അതിനൊപ്പം തന്നെ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എപ്പോഴും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന, ഇപ്പം നമുക്കായാലും വ്യക്തിപരമായാലും നമ്മളെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അത് നൽകുന്ന ഒരു ആത്മബലം വലുതാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഒരു ആത്മബലമായി കെ.സി മാറിയിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹമാണ് അതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത്, വിലയിരുത്തേണ്ടത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അദ്ദേഹത്തിന് എന്നെ വലിയ വിശ്വാസമാണ് പൂർണ്ണമായിട്ടും. കാരണം എനിക്ക് ഒരു നേതാവിനപ്പുറത്ത് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു സൈക്കോഫൻസി അല്ല അത്. ഐ അണ്ടർസ്റ്റാൻഡ് രാഹുൽ ഗാന്ധി. ഇത്രയും കമ്പാഷനുള്ള അക്കോമഡേറ്റീവായൊരു നേതാവ് അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പാവങ്ങളോട്, സഹജീവികളോടൊക്കെ വളരെ വളരെ സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന, എന്നാൽ ചില കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ച്, പലരും വിചാരിക്കുന്ന ഒട്ടും വേവറിങ് അല്ല, ശക്തനായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഇങ്ങനെ പിന്നെ അങ്ങ് മുന്നോട്ട് പോയി. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഭാരത് ജോഡോ യാത്രാവിൻ്റെ പരീക്ഷണത്തിന് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ എനിക്കും ഭയമായിരുന്നു. 4000 കിലോമീറ്റർ നടക്കാൻ നമ്മളെ കൊണ്ട് നമ്മളാകപ്പാടെ 10, 35, 40, 50, 100 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും പരമാവധി. എങ്ങനെ നടന്നു തീർക്കാൻ പറ്റും? പക്ഷേ അതൊക്കെ ഒരു സംഭവം. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, 5 മണി 6, 5:30, 5:45 നടത്തം തുടങ്ങുക, പിന്നെ വൈകുന്നേരം രാത്രി 9 മണി വരെ നിൽക്കുക, ആ വഴികോടങ്ങളിൽ കടക്കുക. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ പോണില്ല. ഉദയപൂർ ചിന്തൻ ശിവറും സോണിയാഗാന്ധി അധ്യക്ഷതയിൽ നടത്തിയ ഉദയപൂരിലെ ചിന്തൻ ശിവറിൽ അന്ന് സുജയ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഫൈനൽ ഡിക്ലറേഷനിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ യാത്ര നടത്തും, ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന യാത്ര നടത്തും. ആരുടെ നേതൃത്വത്തിലൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് യാത്ര നടത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. പിന്നെ ഈ കാര്യത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് സ്റ്റേജ്, ഓപ്പറേഷൻ സ്റ്റേജിലെല്ലാം ഞാനുണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് മുന്നിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ ഐഡിയ അല്ല അദ്ദേഹത്തിൻ്റെ തന്നെ. പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. അല്ല, ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഓരോ ഐഡിയയും പെട്ടെന്ന് വരും. ഇന്ത്യ ആ പേര് കൊണ്ടാണ് ഇത്തവണ ഇത്രയും സീറ്റ് കിട്ടിയത്. ഇന്ത്യ ആ പേരാണ് അദ്ദേഹത്തിൻ്റെ മാത്രം ആശയമായിരുന്നു. രാഹുൽ ഗാന്ധിയാണ് ആ പേര്. ബാംഗ്ലൂരിലത്തെ യോഗം, വിളിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, നമുക്ക് ഞാൻ ബാക്കി എല്ലാവരും കൂടി പറഞ്ഞു ഒരു പേരിടണമെന്ന് പറഞ്ഞു. പല പേരുകളും ആശയം വന്നു. അപ്പോൾ ഇങ്ങനെ ആശയം വന്നപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് പേര് വന്നു, നമുക്ക് നല്ലൊരു പേര് വേണം, എന്താ പേര് വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് പുള്ളി തന്നെ പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ്. നിതീഷ് കുമാർ അതിനെ എതിർത്തു വന്നേരും, ആ യോഗത്തിൽ എതിർത്തു, ആദ്യത്തെ യോഗം. പക്ഷെ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടിൽ പറഞ്ഞു. മമതാ ബാനർജിക്ക് സമ്മതമായിരുന്നു. മമതാ ബാനർജി ആ പേരിന് വേണ്ടിയായിരുന്നു. ബാക്കി എല്ലാവരും ആ പേരിന് വേണ്ടിയിട്ടായിരുന്നു. നിതീഷ് കുമാർ പറഞ്ഞു അതൊരു ഇംഗ്ലീഷ് പേരായിട്ട് ചിത്രീകരിക്കപ്പെടും, അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പറ്റും. പിന്നെ പുള്ളി അന്ന് പറഞ്ഞ വേറൊരു കാര്യങ്ങളുണ്ട്, അതായത് NTA എന്ന് പറയുന്നത് കൂടെ വരും അതിനകത്ത്, INDIA എന്ന് പറയുമ്പോൾ NDA കൂടെ വരും. അതുകൊണ്ടാണ് ഇൻക്ലൂസീവ് കൂടെ അതിൻ്റെ കൂടെ വന്നത്. ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണി ആയിരിക്കുമോ മത്സരിക്കുക, അതോ അതാത് സംസ്ഥാനങ്ങളിൽ ശക്തരായ കക്ഷികൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ തീരുമാനം? അല്ല, അത് നമ്മൾ മുൻപിൽ ഇവരെടുത്ത തീരുമാനം, ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഏറ്റവും ശക്തരായ കക്ഷികൾ ഉണ്ടാകുമ്പോൾ ആ കക്ഷികൾക്ക് കൂടി സമ്മതമുള്ള, അവർക്ക് കൂടി സ്വീകാര്യമായ ഒരു ഫോർമുലയിലേക്ക് മാത്രമേ മുന്നണി ചർച്ച മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മുന്നണിയാവുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എന്തിനാണ് മത്സരിക്കുന്ന മുന്നണിയായിട്ട്?
ജയിക്കാനാണ്. അപ്പോൾ നമ്മൾ മുന്നണികളിൽ നിന്ന് സീറ്റ് കക്ഷികൾക്ക് കൊടുക്കുമ്പോൾ ആ കക്ഷികൾക്ക് ജയിക്കാനുള്ള കപ്പാസിറ്റിയും കൂടെ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിരിക്കും, നമ്മൾ ഇലക്ഷൻ ജയിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ അതല്ലാതെ മുന്നണി ആകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ കേരളത്തിൽ പക്ഷേ അങ്ങും സീതാറാം യെച്ചൂരിയും ഒരേപോലെ വന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു, കേരളത്തിൽ ഈ ഇന്ത്യ മുന്നണി ഒന്നുമില്ല, ഞങ്ങൾ വെവ്വേറെയാണ്. അപ്പോൾ ഇരു കൂട്ടരും ഒരേപോലെ ശക്തരായതുകൊണ്ടാണോ ഇവിടെ അങ്ങനെ ഒരു തീരുമാനം? അല്ല, കേരളത്തിലും പഞ്ചാബിലും ആ തീരുമാനം എടുത്തു, ബംഗാളിലും ആ തീരുമാനം എടുത്തു. ബംഗാളിൽ തീരുമാനിച്ചത് മമതയാണ്. മമതയാണ്. കേരളത്തിൽ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. തമിഴ്നാട്ടിൽ തൊട്ട് അയൽപ്പക്കത്ത് പറ്റുന്നുണ്ട്. അതവർക്ക് പറ്റുന്നുണ്ട്. അത് തമിഴ്നാട്ടിലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഒരു തുടർ ഭരണത്തിലേക്ക് പോകുമോ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ? എനിക്ക് തോന്നുന്നില്ല. കാരണം നരേന്ദ്രമോദി പോകില്ല എന്ന് കരുതിയിട്ട് തേർഡ് ടേമായി പിണറായി വിജയനും ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നേയില്ല. മൂന്നാമത് വരണം. അത് ഉണ്ടാകാതിരിക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാരും പ്രാർത്ഥിക്കേണ്ടത്. അതെന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ രണ്ടാം ഭരണം വന്നപ്പോൾ ഈ പാർട്ടിയും അധികാര പ്രമത്തത ഇങ്ങനെ ആയാൽ ഒരു മൂന്നാം ഭരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഇപ്പോൾ അവർ തിരുത്താനൊക്കെ പോവുകയാണ്. തിരുത്തി ചിലപ്പോൾ നന്നായെന്ന് വരും. അത് നല്ലതാവട്ടെ. നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നശീകരണം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. BJP പറയുന്നതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതം പിന്നെ എന്ന് പറയുന്ന ആ മുക്ത കേരളം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ആഗ്രഹിച്ചാൽ ഈ ആഗ്രഹിക്കുന്നവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കില്ല രാഷ്ട്രീയ പരിണാമങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അത് അത്തരം കോമൺ സെൻസുകൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. നമ്മളിപ്പോൾ ഒരു പാർട്ടി ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആ പാർട്ടി ഇല്ലാതായാൽ നിങ്ങൾക്കതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടണമെന്നില്ല. BJP വളരെ ഒന്ന് പേടിയുണ്ടോ കേരളത്തിൽ? എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. നമുക്ക് നോക്കാം. BJP തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു, കറക്റ്റാണ്. ദേശീയ തലത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അതും ആരാ പങ്കുവച്ചത്? മാധ്യമങ്ങൾ, സ്പോൺസേഡ് മീഡിയാസ്. ഒരു വർഷം മുമ്പ് ആരംഭിച്ച സർവേകൾ, പ്രീ പോൾ സർവേകൾ 400-400+. കോൺഗ്രസിന് 45 സീറ്റൊക്കെയാണ് ചില സർവേകൾ പറഞ്ഞത്. ഒരു വർഷം മുമ്പ് 45 സീറ്റ്, ചിലർ 30 സീറ്റ് പറഞ്ഞ സർവേകളുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു വൺ സൈഡഡ് ഇലക്ഷൻ ഒന്നുമില്ല. കോൺഗ്രസിന് എല്ലാവരും ജയിലിൽ, അഴിമതി കേസ്, കംപ്ലീറ്റ് കേസ്, ഇന്ത്യ രാജ്യം മൂടി നിറഞ്ഞു നിൽക്കുന്ന പ്രഭാവം, അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം അത് പൂർത്തീകരിക്കുന്നു. വൻപിച്ച ഒരു കേരളത്തിലെ ജനങ്ങൾ, അതായത് കാറ്റ് പൂർണ്ണമായും BJPയുടെ ദിശയിലേക്ക് അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിലാണ് കേരളത്തിലെ അറ്റ്മോസ്ഫിയർ എന്നത്. ആ അറ്റ്മോസ്ഫിയർ BJPക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ. സത്യമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് വോട്ട് ഷെയർ. സുരേഷ് ഗോപിയുടെ വിജയത്തെ എങ്ങനെ കാണുന്നു? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിജയമായിട്ടാണ് ഞാൻ. രാഷ്ട്രീയ വിജയമല്ലേ? അല്ല, ഒരിക്കലും അല്ല. അതൊരു BJPയുടെ വിജയമല്ല. കാരണം കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയി. 2-ാം സ്ഥാനം പിടിക്കാൻ പോലും പറ്റില്ല. ആനമുട്ട ഇടുവെന്നൊക്കെ പറഞ്ഞ K. മുരളീധരൻ ഇപ്പോൾ എവിടെയാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അല്ല, അതിനകത്ത് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് വരട്ടെ. അത് ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത്. അതിനകത്ത് ഒരു പ്രാഥമിക നിരീക്ഷണം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ വിജയമായിട്ട് സുരേഷ് ഗോപി പോലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സംഘടനയുടെ വിജയമാണെന്ന്. ഞാൻ കണ്ടത് സുരേഷ് ഗോപിയുടെ ഒരു ബൈറ്റ്. അദ്ദേഹം അങ്ങനെ പറയട്ടെ, അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റും. അദ്ദേഹം BJP നേതാവല്ലേ. അത് ഞാൻ കുറച്ച് കാണുന്നൊന്നുമില്ല. പക്ഷേ അത് വിലയിരുത്തുന്ന ആൾക്കറിയാം BJPക്ക് വോട്ട് ചെയ്യാത്ത കുറേ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ ഇലക്ഷൻ നടത്തിയാലും അതിപ്പോ ഇവിടെ ആയാലും KC വേണുഗോപാൽ തിരിച്ചു വന്ന് ആലപ്പുഴയിൽ മത്സരിച്ചത് കൊണ്ടാണ് ജയിച്ചത്. മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ വിജയം കൊണ്ടുപോകുമായിരുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. അല്ല, അത് ആലപ്പുഴയിലെ ജനങ്ങളെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു നമുക്ക് പറയാമെന്നല്ല. വ്യക്തിപരമായ വോട്ടുകൾ അങ്ങേക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതൊരു സത്യമല്ല. തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ വോട്ടുകൾ കിട്ടും. വ്യക്തിപരമായ വോട്ടുകളിലാണ് ഒരു പരിധിവരെ ഇന്നത്തെ രാഷ്ട്രീയം. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു, രാഷ്ട്രീയ വോട്ടുകളായിരുന്നു. ഇന്നത് മാറിയിട്ടുണ്ട്. പേഴ്സണൽ വോട്ടുകൾ നന്നായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താമെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ അത് സുരേഷ് ഗോപിക്ക് അവിടെ കുറച്ച് കിട്ടിയത് വ്യക്തിപരമായ വോട്ടുകളായിരുന്നു. K. മുരളീധരൻ അവസാന നിമിഷത്തിലാണ് അവിടേക്ക് വന്നത്. അതൊരു തെറ്റായ തീരുമാനമായി പോയ അല്ല, അതൊക്കെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പരിശോധനയിൽ മനസ്സിലാവും നമുക്ക് അത് തീരുമാനം തെറ്റായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. സാഹചര്യങ്ങളാണല്ലോ ഒരു തീരുമാനം എടുക്കുന്നത്. അതിനനുസരിച്ചിട്ട് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. അത് ഒരു പരിശോധന നടത്തിയിട്ട് വരണം. ഈ വർഗീയത കൊണ്ടാണ് ജയിച്ചത്, വർഗീയതയാണ് ഇത്തവണ UDF വളമാക്കിയത് എന്നൊക്കെയാണ് മറുപക്ഷത്ത്, അതായത് CPIMന്റെ ഭാഗത്ത് നിന്ന് ഈ തോൽവി വിലയിരുത്തുമ്പോൾ അതൊക്കെ ഒരു ഘടകമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലീഗിനെ അടക്കം പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അവർ തോറ്റു കഴിഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്തം ചാരാൻ നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തൊരു നികൃഷ്ടമായിട്ടുള്ള ആരോപണമാണ്. അവർക്ക് എങ്ങനെ UDFൽ വർഗീയത ആരോപിക്കാൻ പറ്റും? കേരളത്തിലെ ജനങ്ങളിൽ വർഗീയത എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് മുസ്ലിം വർഗീയതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴയിൽ ഞാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPIMന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? A. M. ആരിഫ്. കോഴിക്കോട് MK രാഘവനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPM സ്ഥാനാർത്ഥി ആരായിരുന്നു? ആ രണ്ടിടത്തും ഞാൻ ഇവിടെ പറയും, ഞാൻ ഓരോ ബൂത്തിലും പരിശോധിച്ചിട്ടാണ് പറയുന്നത്.
വർഗീയത നോക്കിയിട്ടാണോ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത്? കോഴിക്കോട് വർഗീയത നോക്കിയിട്ടാണോ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത്? വെറുതെ ഇങ്ങനെ പറയാം. പലരും പലരും ഞാൻ പറയാണ്, യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധം വേണ്ടേ? സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വർഗീയത നോക്കിയിട്ടല്ല അവർ വോട്ട് ചെയ്യുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കോഴിക്കോട് ആലപ്പുഴയിലെയും UDF സ്ഥാനാർത്ഥികളുടെ വിജയം. വടകരയിൽ പക്ഷേ കെ മുരളീധരനെ മാറ്റി അവിടെ നിർത്തിയത് ഷാഫി പറമ്പലിനെയാണ്. അതാണ് അവർ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതിന്റെയൊക്കെ ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതാണ് ഇളവരം കാര്യം. കോഴിക്കോട് നിന്നാൽ അതല്ല, വടകരയിൽ ഷാഫി പറമ്പിൽ നിന്നാൽ അങ്ങനെയാണ് CPIM. ആലപ്പുഴയിൽ ആരിഫ് നിന്നാൽ അതല്ല. ഇതൊന്തൊരു ഭാഷയാണ്. തോറ്റു കഴിഞ്ഞാൽ തോറ്റ ന്യായങ്ങളെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ ഭാഷയിൽ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ? കഴിഞ്ഞ തവണ ഇപ്പോൾ ആലപ്പുഴയിൽ എങ്ങനെയായിരിക്കും UDF തോറ്റത്? അങ്ങല്ലാത്തത് കൊണ്ടാണോ? അന്ന് ഷാനിമോൾ ഉസ്മാൻ വേഴ്സസ് AM ആരിഫ് ആയിരുന്നു, ശോഭാ സുരേന്ദ്രൻ എന്ന ഘടകവും ഇല്ലായിരുന്നു. അല്ല, അതിപ്പം നമ്മൾ പറയല്ലേ, കഴിഞ്ഞ തവണ നമ്മൾ തോറ്റു. ആ ഒരു സാഹചര്യം ഞങ്ങൾ പഠിച്ചു. കഴിഞ്ഞ തവണ ഷാനിമോളും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് തോറ്റു. ആ സാഹചര്യങ്ങൾ കൂടുതൽ വിശകലനത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും തോൽവി വിലയിരുത്തിയ ശേഷമാണ് അങ്ങ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചത്. അങ്ങനെയല്ല, ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നല്ലോ. ഈ സാമുദായിക സന്തുലനം, അതായത് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നായർ വന്ന് ഇവിടെ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ഈ സന്തുലിതാവസ്ഥ പാലിക്കുന്നതിനായി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉറപ്പാക്കണം. അതായത് കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഷാഫി പറമ്പിൽ എന്ന പാലക്കാട് MLA വടകരയിൽ കൊണ്ടു നിർത്തിയത് എന്നതാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിൽ ഒന്നായി ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സാമുദായിക സന്തുലനാവസ്ഥ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അതായത് KCക്ക് ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണോ ഷാഫിയെ പാലക്കാട്ട് നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഞാൻ തൽപരനാണെന്ന് പറഞ്ഞല്ലോ. മുമ്പ് ആക്ഷേപം ഉണ്ടായിരുന്നു പാർലമെന്റിൽ മത്സരിക്കാതെ വേറെ ചില കണ്ണും വെച്ചിരിക്കുകയായിരുന്നു ആക്ഷേപം ഉണ്ടായിരുന്നു. അതെങ്കിലും സമ്മതിക്കുന്നുണ്ടല്ലോ. ഞാൻ സത്യത്തിൽ മത്സരിക്കാൻ സന്നദ്ധനേ അല്ലായിരുന്നു. അത് പാർട്ടിയിലെ എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് നിർബന്ധിച്ചുവെന്നും കേട്ടിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് എതിരായിരുന്നു. അങ്ങ് മത്സരിക്കുന്നതിന് എതിരായിരുന്നു. ഞാൻ മത്സരിക്കുന്ന അദ്ദേഹം എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 10 ദിവസമോ 15 ദിവസമോ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 15 ദിവസത്തേക്ക് ഒരു ഇലക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇലക്ഷൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ മത്സരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ മത്സരിക്കുമ്പം, പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കേരളത്തിൽ പൊതുവായിട്ടും നമ്മുടെ സാന്നിധ്യം പൂർണ്ണമായിട്ടുണ്ടാവണം. എതിർ സ്ഥാനാർത്ഥികൾ വളരെ സജീവമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകർ നിർവീര്യമാവും, അവരുടെ മാനസിക വീര്യം തകരും. മാത്രമല്ല നമുക്ക് പ്ലാൻ ചെയ്യാനും ഒന്നും ആളുകളെ കാണാൻ പറ്റില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി, ഇത്രയും വോട്ട് കിട്ടിയല്ലോ എന്ന്. കാരണം വെച്ചാൽ ഞാൻ ഒരാളെയും പേഴ്സണലായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയല്ല എൻ്റെ ശൈലി. 6 മാസം മുമ്പേ ഇലക്ഷൻ വർക്ക് തുടങ്ങും. ഞാൻ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പണി ഞാൻ തന്നെ നേരിട്ടെടുക്കും. എല്ലാ മണ്ഡലത്തിലും ബൂത്തിലും വിസിറ്റ് ചെയ്യും. അവിടെ ആളുകളെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും നേരിട്ട് കാണും, ഫോൺ വിളിക്കുന്നവരെ വിളിക്കും. ഇതൊന്നും പറ്റാതെ ഒരു 12 ദിവസം ഇവിടെ വന്നിട്ട് ഇലക്ഷൻ മത്സരിച്ച് പോകാമെന്ന് പറഞ്ഞ് എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്രാവശ്യവും മത്സരരംഗത്ത് രമേശ് ചെന്നിത്തല ഒരു ദിവസം ആലപ്പുഴ ടൗൺ ഹാളിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രഖ്യാപിച്ചു, ആലപ്പുഴയിൽ ഇപ്രാവശ്യം കേസ് നിൽക്കണം, ഈ സീറ്റ് പിടിക്കാൻ. കരഘോഷത്തോടെ എല്ലാവരും സ്വീകരിച്ചു. അപ്പോൾ അതിനുശേഷം ഇവരെല്ലാവരും അങ്ങ് എന്നെ മത്സരിപ്പിക്കണമെന്നുള്ള സമ്മർദ്ദമായിട്ട്. പിന്നെ ഞാൻ വീണ്ടും മത്സരരംഗത്തേക്ക് ഇല്ലയെന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരുടെ പാർട്ടിയുടെയും ആഗ്രഹങ്ങൾക്കെതിരായി. പിന്നെ അതിനുശേഷം CCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഇവരെല്ലാവരും കൂടെ രാഹുൽ ഗാന്ധിയോട് നിർബന്ധപൂർവ്വം KC വേണുഗോപാലിനെ ഇങ്ങോട്ടേക്ക് നിൽക്കാൻ അനുവദിക്കണമെന്ന് പറയാൻ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് പാർട്ടി ആ തീരുമാനമെടുത്തത്. അങ്ങയുടെ ഒരു വ്യക്തിപരമായ താല്പര്യം എന്താണ്? ഇപ്പോൾ ഏകദേശം രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പക്വത കൈവരിച്ച് കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണല്ലോ. എന്താണ് അങ്ങയുടെ ആഗ്രഹം? കേരള രാഷ്ട്രീയം ജനങ്ങളോടൊപ്പം നിൽക്കണം, പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം, അവസാനം വരെ കോൺഗ്രസ്സുകാരനായി തുടരണം, കോൺഗ്രസ് പതാക പുതപ്പിച്ച് മരിക്കപ്പെടണം. ഇത് എനിക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് അതിശയോക്തപരമായിട്ട് എന്നെ പൂഴ്ത്തി പറയുന്നതല്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏതാണോ അതൊക്കെ ചെയ്യാൻ പരമാവധി ശ്രമിക്കും. ഇവിടെ നിന്നൊരു മലയാളി ഡൽഹിയിൽ പോയിരുന്നു, ഉത്തരേന്ത്യയിലിരുന്ന് അവിടെ സുജയ ഡൽഹിയിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുക, ഒരുപാട് പരിമിതികളിലൂടെയാണ് ഞാൻ പോയത്. പക്ഷേ അവിടെയൊക്കെ തന്നെ പാർട്ടി ലീഡർഷിപ്പ് എനിക്ക് അതിശക്തമായ സപ്പോർട്ട് തന്നു. പിന്നെ ട്രസ്റ്റ് ചെയ്തു. എനിക്കൊരു മാനസികമായിട്ടുള്ള ഒരു വില്ലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ കാര്യത്തോട് സിൻസിയർ ആവണം എന്നുള്ളത്.
അത് ഏത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ആ എടുക്കുന്ന ഉത്തരവാദിത്തത്തോട് സിൻസിയറായിട്ട് നിൽക്കണം. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, താഴേക്കിടയിലുള്ള പ്രവർത്തകർ മുതൽ ആഗ്രഹിക്കുന്ന ഒരു പേര് അത് KC വേണുഗോപാലിൻ്റെതാണ്. അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി UDF എത്തുമ്പോൾ KC വേണുഗോപാൽ വരണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഒപ്പം അല്ലാത്ത അനുഭാവികളും ആഗ്രഹിക്കുന്നത്. ഇതായിരുന്നു ഉദ്ദേശം ഈ ഇന്റർവ്യൂവിന്റെ. മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിയിൽ അങ്കലാപ്പ് ഉണ്ടാക്കലാണ് ഉദ്ദേശം. പാർട്ടിയിൽ അങ്കലാപ്പ് എന്തിനാണ് ഉണ്ടാകുന്നത്? എല്ലാവർക്കും അഭിമതനല്ലേ KC? ഞാനൊരു കാര്യം പറയാം, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, അതൊരു ചർച്ചയ്ക്ക് വിഷയമാകേണ്ട കാര്യമല്ല. എൻ്റെ പാർട്ടി ഗവൺമെൻറ്റിൽ വരിക, എൻ്റെ മുന്നണി ഗവൺമെൻറ്റിൽ വരിക, കേരളത്തിന് അത് ആവശ്യമാണ്. കാരണം ഈ 8 വർഷത്തെ LDF ഭരണം കൊണ്ട് ജനം മടുത്തിരിക്കുകയാണ്. അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം എന്ന് പറയുന്ന ഒരു ഭരണമായിട്ട് ഇതിനെ ആരും കാണുന്നില്ല. ഇത് കുറേ ആളുകൾ ഭരിക്കുന്നൊരു ഭരണമായിട്ട് കാണുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകേണ്ടത് കേരളത്തിന് ആവശ്യമാണ്. UDFനും കോൺഗ്രസിനും രണ്ടാമത് ഒരു തവണ അവർ വന്നു, ഇനി മൂന്നാമത്തെ തവണ ഒരു പരാജയം സങ്കല്പിക്കാൻ. പക്ഷെ അതിന് സ്റ്റിയറിംഗ് ഏറ്റെടുക്കാൻ ശക്തനായ ഒരാൾ വേണം. കഴിഞ്ഞ 2 തവണ ഇവിടെ ശക്തരായ ഇഷ്ടംപോലെ നേതാക്കളുണ്ട്. അത് പക്ഷെ അവർ തമ്മിൽ മൈക്കിന് വരെ അടിപിടിക്കുന്നത് കേരളം കണ്ടു. അതൊക്കെ ഏതില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായങ്ങളുകൊണ്ടാണല്ലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ഒറ്റ അഭിപ്രായമുള്ള നേതാവും ആ നേതാവിൻ്റെ കീഴിൽ അഭിപ്രായം ഉണ്ടെങ്കിലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയുമല്ലല്ലോ ഇവിടെയുള്ളത്. ആ നേതാവിന് ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നുണ്ട്. അല്ല, ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. അതും പുറത്ത് പറയുന്നൊന്നുമില്ല ആരും. ഞാൻ പറയുന്നത് എന്ന് ആരും പറയുന്നൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സൗന്ദര്യം അതാണല്ലോ. ഇപ്പം ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റാണെന്ന് പറയാം. എനിക്ക് എൻ്റെ മണ്ഡലത്തിലത്തെ സാധാരണ പ്രവർത്തനം പറയും, KC അത് ശരിയായില്ല എന്ന് പറയും. VD സതീശൻ അങ്ങയുടെ ഒരു അകൽച്ച ഉണ്ടായിരുന്നോ നേരത്തെ ഒരു അകൽച്ച ഉണ്ടായിരുന്നോ? VD സതീശൻ എന്ന് പറയുന്നത് ഞാനും സമകാലികരായ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളുകളാണ്. ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഏറ്റവും അടുത്ത്. ഞങ്ങൾ MLA-മാരായിരുന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് യാത്രകൾ ചെയ്യാറുണ്ട്, സുഹൃത്തുക്കളായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരേ അഭിപ്രായമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാവും, എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമല്ലേ, അത് നല്ലതല്ലേ. അപ്പോൾ എക്സ്ചേഞ്ചിൽ ആ കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്തു. രമേശ് ചെന്നിത്തല മാറണമെന്ന്. രമേശ് ചെന്നിത്തല കഴിവുകൂട് കൊണ്ട് മാറ്റാൻ തീരുമാനിച്ചതല്ല. രമേശ് ചെന്നിത്തല ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. അതെ, അതിൽ സംശയമില്ല. അത് ഒരുപാട് വിഷയങ്ങൾ, ഈ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിഷയങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം മുൻകൈ എടുത്ത് കൊണ്ടുവന്നതായിരുന്നു. അദ്ദേഹം നല്ല KPCC പ്രസിഡൻ്റായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പാർട്ടിയിൽ നല്ലതായിട്ട് പ്രവർത്തനം നടത്തിക്കുന്നു. പക്ഷേ രണ്ടാമത് തവണ ഒരു ഭരണം നഷ്ടപ്പെടുമ്പോൾ അത് കേരളത്തിൽ പുതുമയുള്ളതല്ല, അസാധാരണമായ കാര്യമാണ്. നമ്മൾ കരുതിയത് മുഖ്യമന്ത്രി തുടരുന്നു, പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് രണ്ടാം ഊഴം രമേശ് ചെന്നിത്തല വരുന്നു. അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പാർട്ടി ലീഡർഷിപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഒരു രണ്ടാമതൊരു UDF നഷ്ടപ്പെടുന്നത് കേരളത്തിൽ വരുന്നത് എപ്പോഴും ഒന്ന് ഇങ്ങനെയും ഒന്ന് അങ്ങനെയാണല്ലോ. അതിൻ്റെ ഒരു മാറ്റം കൊണ്ട് ഞങ്ങൾക്കൊരു ഈ ഒരു മാറ്റം ഉണ്ടായി രണ്ടും തുടരാൻ തീരുമാനിച്ചത് ഞങ്ങൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്. ലീഡർഷിപ്പിന് ഞെട്ടലുണ്ടാക്കിയതാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് തീരുമാനിക്കുന്നത് സ്വാഭാവികമായ ഒരു ചേഞ്ചാണ്. അല്ലാണ്ട് ആരുടെയെങ്കിലും കഴിവ് രമേശ് ചെന്നിത്തലയുടെ കാരണം കൊണ്ടാണ് തോറ്റുപോയത്. 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ ആത്മവിശ്വാസം നൽകുന്ന, ഭരണത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പുള്ള, അതായത് ദേശീയതലത്തിൽ തകർന്നു കിടന്ന കോൺഗ്രസിനെ, പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും 10 വർഷം ഇല്ലാതിരുന്ന കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള രാഹുൽ ഗാന്ധി അടക്കം എല്ലാവരും വിശ്വാസം അർപ്പിക്കുന്ന ഒരു നേതാവ് കേരളത്തിൽ വന്ന് ഇവിടെ ഭരണം പിടിക്കണം എന്ന് പ്രവർത്തകരും കരുതിക്കൂട്ടി ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാണ്. അങ്ങ് മുഖ്യമന്ത്രിയായി കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. അല്ലല്ല, ഒരു അതിന് നന്ദി. വ്യക്തിപരമായിട്ട് എന്നെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നന്ദി. പക്ഷെ ഞാൻ അത്തരം കെണികളിൽ വീഴുന്ന ഒരാളല്ല. മനസ്സിലായി? അതൊരു കെണിയാണോ മുഖ്യമന്ത്രി പദം? സ്വാഭാവികമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ, അങ്ങേക്ക് മുഖ്യമന്ത്രി ആവണ്ടേ? എൻ്റെ പാർട്ടി വിജയിക്കുക, എൻ്റെ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് മാത്രമാണ്. ഞാൻ സ്ട്രൈറ്റാ ചോദിച്ചത്, അങ്ങേക്ക് അല്ല, മുഖ്യമന്ത്രി എൻ്റെ പാർട്ടിയുടെ അങ്ങേക്ക് മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹം? ഞാൻ മുഖ്യമന്ത്രി ആവണോ മുഖ്യമന്ത്രി ആകുന്നു എന്നത് എൻ്റെ അജണ്ടയേ അല്ല. ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, സത്യമായിട്ട് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പാർട്ടി നേതൃത്വം നിർബന്ധിച്ചാലാകുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മനസ്സിൽ മുഖ്യമന്ത്രി ആയിട്ട് ആ കസേരയിൽ ഇരിക്കുന്നൊരു ആഗ്രഹം ഞാൻ തുറന്നു പറയുകയാണ്. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കണം, UDF ജയിക്കണം. അതിന് എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് കാര്യം ചെയ്യണോ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ച് പറയുന്നു. മൈക്കാട്ട് പണി എന്ന് പറയില്ല നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത്, അത് ചെയ്യാൻ പോലും ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതല്ലാതെ അതൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും 2 പ്രോമിനന്റ് നെയിംസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ശൈലി അതാണ്. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് ഞാൻ നിഷേധിക്കുകയാണ്. അങ്ങനെയൊന്നും ഒരു ചിന്തയും ചർച്ചയും കേരളത്തിലില്ല. ആ ചർച്ചകൾ ഉണ്ടാക്കുന്നത് ഈ മുന്നണിയെ അലോസരപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത്
കൂട്ടായിട്ടുള്ള ലീഡർഷിപ്പാണ് കേരളത്തിലുള്ളത്. എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യും. ഭരണം 71 സീറ്റ് കിട്ടിയാലല്ലേ മുഖ്യമന്ത്രിയാവാൻ ആർക്കും പറ്റുള്ളൂ. 71ലേക്ക് എത്തണമല്ലോ, മിനിമമാണത്. അതെ. അപ്പോൾ അതുകൊണ്ട് അത് എത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാം മറന്ന് എല്ലാവരും നിൽക്കുന്നതിന് പകരം എവിടെയെങ്കിലും അവിടെ ഇവിടെ ഹിച്ചുണ്ടാക്കുന്ന പണി ആരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നിച്ച് മുന്നോട്ട് പോകും, നല്ല രീതിയിൽ മുന്നോട്ട് പോകും, എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും. അതിലൊരാളായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് അത് കേരളത്തിലേക്ക്, വയനാട്ടിലേക്ക് വരുന്നതിന് പിന്നിൽ താങ്കളുടെ ഒരു പങ്ക് എന്താണ്? അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആഗ്രഹമായിരുന്നു. ഞാനും കോൺഗ്രസ്സുകാരനല്ലേ കേരളത്തിലെ. അതെ. അതായത് രാഹുൽ ഗാന്ധി വയനാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു. രാഷ്ട്രീയമൊന്നുമില്ല അതിനകത്ത്. ഈ കുടുംബമായി കൈമാറേണ്ടതാ അങ്ങനെ ഉണ്ടോ സീറ്റുകളുടെ കാര്യത്തിൽ? അങ്ങനെ ഒന്നുമില്ല. പക്ഷെ പ്രവർത്തകന്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു. അമേഠി റായ്ബറേലിയും ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ബാസ്റ്റനാണ്. വയനാടും ആ പട്ടികയിലേക്ക് മൂന്നാമതൊരു മണ്ഡലമായി മാറുകയാണോ? അങ്ങനെയല്ല. ഇത് ബൈ ഇലക്ഷൻ ആണ് മാത്രമാണ്. അപ്പോൾ അടുത്ത 2029 പ്രിയങ്ക ഗാന്ധി അന്നേരം മനസ്സിലായി. 2029 തീരുമാനിക്കും അത് അവിടെ ആര് മത്സരിക്കണമെന്നൊക്കെ. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ മനസ്സിലാവും നമുക്ക്. പ്രിയങ്ക ഗാന്ധിയുടെ വർക്കിംഗ് ശൈലി മനസ്സിലാകും നമുക്ക്. പ്രിയങ്ക അത് 2029 ഇലക്ഷൻ വരുമ്പോൾ ആ സമയത്ത് തീരുമാനിക്കും അവിടെ ആര് സ്ഥാനാർത്ഥിയാണെന്ന്. പക്ഷേ പ്രിയങ്ക ഗാന്ധി വരുന്നത് കേരളത്തിലെ കോൺഗ്രസിന് ശക്തി പകരുന്നതിന് സംശയമില്ല. UDF ശക്തി പകരും, സംശയമില്ല. പൊസിഷൻസിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പാർട്ടിയിലെ എന്ന് വെച്ച് ഞാൻ പൊസിഷണൽ വ്യക്തനായ സന്യാസിയൊന്നുമല്ല, ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എനിക്കൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നിട്ടേ. റീലോഞ്ച് ചെയ്തതിന് ശേഷമുള്ള റിപ്പോർട്ടാണ്. അങ്ങ് കഴിഞ്ഞ ഒരു 12 വർഷം കണ്ട റിപ്പോർട്ടിൽ നിന്ന് ഒരു മാറ്റം അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ റിപ്പോർട്ടിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയെ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ച റിപ്പോർട്ടറിന്റെ ചർച്ച നിങ്ങൾ എഡിറ്റോറിയൽ ഡെസ്കിന്റെ ചർച്ച ഞാൻ കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ വിഷമം തോന്നിയ ഒരാളാണ്. അന്ന് ഞങ്ങളെ ബഹിഷ്കരിക്കുകയും ചെയ്തു. കോൺഗ്രസ് പാർട്ടി ഒന്ന് തീരുമാനമെടുത്തു. അത്രയും വലിയൊരു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്ത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ചർച്ച, മെയ്റ്റ് എഡിറ്റേഴ്സ് ചർച്ചകൾ, ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ കാണും. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അത് വരാറുണ്ട്. പക്ഷേ നിർഭയമായിട്ട് സത്യത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നിർഭയമായ നിലപാടെടുക്കുകയും സത്യത്തിൽ വസ്തുനിഷ്ഠമായിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ എന്ന് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ കാണുകയാണ്. നമ്മൾ രണ്ട് ഭാഗവും ഒരേപോലെയാണ് അവതരിപ്പിച്ചത്. BJP കാരിയായിട്ടാണ് കംപ്ലീറ്റ് പറയുന്നത്, ഞങ്ങൾക്ക് എതിരായിട്ടാണ് പറയുന്നത്. കുത്തി പരമാവധി നമ്മളെ നോവിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നിരീക്ഷണങ്ങളെല്ലാം കൂടെ വരുമ്പോൾ, അവസാനം നിങ്ങളുടെ നിരീക്ഷണം വരുമ്പോൾ അത് നമ്മൾ എല്ലാ വശങ്ങളും പറയണമല്ലോ. കാരണം BJP രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുമായി ബന്ധപ്പെട്ട ചർച്ചയില്ലെങ്കിൽ ആ ചർച്ച പൂർണ്ണമാവില്ലല്ലോ, ഏകപക്ഷീയാവില്ല. BJP ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ആവില്ലേ, പ്രതിപക്ഷമേ ഇല്ലാന്ന് പറഞ്ഞത് ശരിയാവില്ല. അത് ശരിയായ ചർച്ചയായിരുന്നു. പക്ഷെ അതിനകത്തുള്ള നിരീക്ഷണങ്ങൾ, സീറ്റുകൾ ചർച്ചകൾ പോലും എല്ലാ ചാനലും ഞങ്ങൾ തന്നെ എക്സിറ്റ് പോളിനെ ഡീകോഡ് ചെയ്തു. ശരിക്കും ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ 101 ഫിനിഷ് ചെയ്തിരിക്കുന്നത്. താങ്കൾ ഒരു MSc മാത്സ് അല്ലേ? അതായത് കോൺഗ്രസിലെ ഒരു കണക്കറിയാവുന്ന ആളെന്ന നിലയിൽ എത്രയാണ് കോൺഗ്രസിന് പ്രതീക്ഷിച്ചിരുന്നത് ഇത്തവണ? എത്ര സീറ്റ്? 120 പ്രതീക്ഷിച്ചു. 120 മിനിമം. ഭരണത്തിലെത്തുമെന്ന് അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ ഇത്തവണ ഇന്ത്യ മുന്നണി? പ്രതീക്ഷിച്ചിരുന്നു. 295 രാഹുൽ ഗാന്ധി പറഞ്ഞ നമ്പർ. അതെ, ഞങ്ങൾ ആ പറഞ്ഞ കണക്ക് കൃത്യമായിരുന്നു. അതിനകത്ത് ബീഹാറാണ് ഞങ്ങൾ വല്ലാണ്ട്, ബീഹാർ ഒഡീസയും. പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ചും സാറ്റിസ്ഫാക്ടറി ആണ്. ഒരു ഏച്ച് കെട്ടി ഗവൺമെന്റ് ഉണ്ടാക്കി എല്ലാം കൂടി ഉണ്ടാക്കി മുന്നോട്ട് പോയിട്ടുണ്ടതിന് പകരം ഇപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ, ഏത് സമയത്തും ഗവൺമെന്റിനെ ത്രെട്ടാകുന്ന ഒരു ഓപ്പോസിഷൻ, ഏത് സമയത്തും ഈ ഭരണം താഴെ പോകും എന്നുള്ള പ്രതീക്ഷ ഏൽപ്പിച്ചുകൊണ്ട് ഓരോ ഇഞ്ചും പോരാടുന്ന ഒരു ഓപ്പോസിഷൻ, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി നമ്മുടെ പാർലമെന്റ് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഓപ്പോസിഷൻ. അത് ഇപ്പോൾ ഇനി കോൺഗ്രസിന്റെ ഗ്രാഫം മുകളിലോട്ടേ പോകും, താഴോട്ട് പോകില്ല. ഇനി എന്താണ്? അതായത് മറ്റേ സിനിമയിൽ ചോദിക്കുന്ന പോലെ ഇന്ദുചൂഡന്റെ ഫ്യൂച്ചർ പ്ലാൻ, അതായത് ആലപ്പുഴയിൽ കൂടുതൽ സമയം ഉണ്ടാകുമോ, കേരളത്തിൽ കൂടുതൽ സമയം ഉണ്ടാകുമോ, അതോ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയാണ്? ഞാനിപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറ്റാവുന്നത്ര ശനി ഞായർ ദിവസങ്ങളിൽ പറ്റാവുന്ന ആലപ്പുഴയിൽ ചിലവഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങളോടൊപ്പം ബാക്കി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കും. ഇനി പിന്നെ ഇഷ്ടം എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം കൂടുതൽ പ്രവർത്തിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് ചോദിച്ചാൽ ചക്കയും കപ്പയും മാങ്ങയുമാണ്. ഇത് മൂന്നെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചക്കയുടെ സമയത്ത് ആ സീസണിൽ ചക്ക കഴിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രേസാണ് എനിക്ക്.
ഇപ്പൊ മഴയാണ്, ഇപ്പൊ എന്തായാലും മഴ കഴിയണം. ഞാൻ കണ്ണൂരിൽ നിന്ന് ചക്ക പാർസലാക്കി ഞാൻ യാത്ര ചെയ്യുമ്പോൾ കൊണ്ട് ഡൽഹി കൊണ്ടുപോകാറുണ്ട്. കണ്ണൂരിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവിടെ CPM അവിടെ പൊട്ടിത്തെറികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പല ശക്തി കേന്ദ്രങ്ങളിലും ഇത്തവണ വോട്ട് കൂടുന്നു, വോട്ട് BJPക്ക് പോകുന്നു, കോൺഗ്രസിന് പോകുന്നു, അവിടെ ആകെ ജഗപൊകയാണ്. കണ്ണൂരിൽ ഇനി ശ്രദ്ധയൂന്നുമോ കൂടുതലായി? അല്ല, കണ്ണൂരിൽ സത്യത്തിൽ കോൺഗ്രസ് നല്ല പെർഫോമൻസ് അല്ലേ കാണിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ കോൺഗ്രസ് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു വിജയം കണ്ണൂരുണ്ടാകുന്നു. ജയിക്കും ഞങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം വരുന്നത് ഒരു സർപ്രൈസ് ആയിരുന്നു സത്യത്തിൽ. അപ്പോൾ കോൺഗ്രസ്, അവിടുത്തെ കോൺഗ്രസ് തന്നെയൊക്കെ സല്യൂട്ട് അടിക്കണ്ടേ. അവൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്രാവശ്യം പോലും ആ ബൂത്തിലിരുന്ന ഏജന്റുമാർ അടിച്ചുപിടിക്കുമ്പോൾ 2-3 സ്ത്രീകൾ ഏജന്റ് ഇല്ലാത്ത ബൂത്തിൽ പക്ഷേ ലീഡുണ്ട്. ഏജന്റ് ഇല്ലാത്ത ബൂത്തിലും ലീഡുണ്ട്. കള്ളവോട്ട് ചെയ്യാൻ ഏൽപ്പിച്ചവരും ചെയ്തത് രാജ്ഭവൻ ഉണ്ണിത്താനും സുധാകരനുമാണ്. രാജ്ഭവൻ ഉണ്ണിത്താനൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. അതായത് ഒരു ബൂത്തിൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി വോട്ട് ചെയ്യപ്പെടാത്ത ബൂത്തുകളിൽ അവിടെ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഏൽപ്പിച്ച കള്ളവോട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതിനനുസരിച്ച് മാറ്റങ്ങൾ നേതൃത്വത്തിൽ ഉണ്ടാവുമല്ലോ. ഇനിയുള്ള ഒരു അഴിച്ചുപണി എങ്ങനെയായിരിക്കും KPCC പ്രസിഡന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ? ഇപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. 20-18 സീറ്റും ജയിച്ചിരിക്കുന്ന ഒരു പാർട്ടി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അവിടെ ഇവിടെയൊക്കെ ചില പണക്കങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നവർ ആരെങ്കിലും അവരെയും കൂടെ മെയിൻ സ്ട്രീമിൽ അല്ല, അവരെയൊക്കെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. യൂണിറ്റിയാണ് ഏറ്റവും വലിയ മന്ത്ര. അതുകൊണ്ട് കോൺഗ്രസിലെ യൂണിറ്റ് ഉണ്ടാക്കാൻ നമ്മളെല്ലാ നേതാക്കന്മാരും പിണങ്ങി നിൽക്കുന്ന ഒരാൾ K മുരളീധരനാണ്. എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുക? അല്ല, അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസിന് അനിവാര്യനായ ഒരു നേതാവാണ്. KPCC പ്രസിഡന്റ് ആക്കുമോ? അദ്ദേഹത്തിൻ്റെ സേവനം പാർട്ടിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു നേതൃത്വം തന്നെയാണ്, സംശയമില്ല. KPCC പ്രസിഡന്റ് ഇപ്പോൾ നിലവിലുണ്ടല്ലോ ഒരാൾ, മാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. അടുത്ത ഒരു സാധ്യത K മുരളീധരൻ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. എനിക്ക് ജ്യോതിഷം വലിയ വശമില്ല. ജ്യോതിഷമൊന്നും വേണ്ടല്ലോ, അങ്ങ് AICC ജനറൽ സെക്രട്ടറി അല്ലേ? അല്ല, അതിനകത്ത് അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളിപ്പോൾ ഒരു 2 ദിവസത്തെ വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ട്. എല്ലാ ഇപ്പോഴത്തെ ലക്ഷ്യം പഞ്ചായത്ത് ഇലക്ഷൻ മുൻനിർത്തിയുള്ള. അതിന് മുൻപ് ഒരു അഴിച്ചുപണി ഉണ്ടാകും. അങ്ങനെ ഒന്നും ഇപ്പോൾ പറയാൻ ഞാൻ ആളല്ല. കേരളത്തിലെ കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അഭിവാദ്യങ്ങൾ. താങ്ക് യു.